ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേതാ ചെടിയെന്ന് മനസ്സിലായോ? ഇതാണ് ആഫ്രിക്കൻ മല്ലി. ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ഇത് നമ്മുടെ സാദാ മല്ലിയുടെ അതേ മണവും രുചിയും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മസ്റ്റായിട്ടും നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് ആഫ്രിക്കൻ മല്ലി. നമ്മുടെ നോർമൽ മല്ലിയെ അപേക്ഷിച്ച് കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചും അതുപോലെ തന്നെ തണ്ട് മുളപ്പിച്ചും നമുക്ക് പുതിയ പ്ലാന്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതതിൻ്റെ വിത്താണ്. ഇവിടുന്ന് ഈ ചെനപ്പിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ വിത്ത്. ഇത് നമ്മൾ ചരിച്ച് മണ്ണിലോട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് എന്ത് ചെയ്യും, വേര് മുളച്ച് പുതിയ പ്ലാന്റ് രൂപപ്പെട്ടോളും. നമുക്ക് കണ്ടാൽ അറിയാം, ഇതൊക്കെ അത്തരത്തിൽ കിളുത്ത് വന്നിട്ടുള്ള പുതിയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മല്ലി ചെടിയെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുക. അതായത് കണ്ടോ, ഈ തണ്ട് നമ്മൾ വളച്ച് നേരെ മണ്ണിലോട്ട് കുത്തി കൊടുത്താൽ പുതിയ പ്ലാന്റ് ഇതുപോലെ വേര് മുളച്ച് കിട്ടുന്നതായിരിക്കും. ഇതിനെ നമ്മൾ അടുത്ത ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടാൽ മതി. യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന കാൽമുട്ട് വേദനയ്ക്കും മറ്റും വളരെ അത്യുത്തമമാണ് ആഫ്രിക്കൻ മല്ലി. നിങ്ങളുടെ വീട്ടിൽ ആഫ്രിക്കൻ മല്ലി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഇതിൻ്റെ ഗുണങ്ങൾ കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാമോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ഞാൻ ഒട്ടുമിക്കവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കമൻ്റായിട്ട് ഒന്ന് ഇട്ടാൽ മതിയാവും. തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. ഓക്കെ, ബൈ.